ഹായ് സ്റ്റുഡൻസ്, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 24 ആണ്. ഓക്കെ, അപ്പോൾ 3Dയിൽ നിന്നുള്ളൊരു ചോദ്യമാണിത്. ക്വസ്റ്റ്യൻ നമ്പർ 24 റൈറ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക. QR എന്ന് പറയുന്നത് എന്താണ്? ഫിറ്റ് ഓഫ് പെർപെൻഡിക്കുലാർസ് ഫ്രം ദി പോയിന്റ് P ആണ്. അപ്പോൾ നമുക്ക് P എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇതാണെന്ന് വിചാരിച്ചോളൂ. P എന്ന് പറയുന്ന പോയിന്റ് എ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ Qയും Rയും എന്താണ്? ഫിറ്റ് ഓഫ് പെർപെൻഡിക്കുലാർസ് ആണ്. അപ്പം ഇതൊരു പെർപെൻഡിക്കുലർ ആണെങ്കിൽ ദിസ് പോയിന്റ് ഇറ്റ് ഈസ് Q. ഇതാണ് Q എന്ന് പറയുന്ന പോയിന്റ്. ഇത് പെർപെൻഡിക്കുലർ ആണ്, സോ ദിസ് പോയിന്റ് ഈസ് R. ഓക്കെ, ഇതാണ് Qയും R എന്താണ്? ഫിറ്റ് ഓഫ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ, അതായത് പ്ലൂറൽ ഒരെണ്ണമാണ് നമ്മുടെ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ എന്ന്, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ഫിറ്റ് ഓഫ് പെർപെൻഡിക്കുലർ എന്ന് പറയും. ഓക്കെ, ഇനി ഓൺ ദ ലൈൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇത്തരം ലൈനുകൾ ഇതേപോലെ തരുമ്പോൾ പലർക്കും എഴുതാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു വൈ ആണ്. അപ്പോൾ നമ്മൾ കോമ ഇട്ടിട്ട് സെഡ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: എക്സ് ബൈ 1 ഇസ് ഈക്വൽ ടു വൈ ബൈ 1 ഇസ് ഈക്വൽ ടു സെഡ് മൈനസ് 1/0 എന്നാണ് എഴുതേണ്ടത്. ദാറ്റ് ഇസ് ഈക്വൽ ടു ലാംഡ. സെഡ് മൈനസ് 1/0 ഈക്വൽ ടു ലാംഡ എന്ന് പറഞ്ഞാൽ സെഡ് മൈനസ് 1 ഈക്വൽ ടു 0, സെഡ് ഈക്വൽ ടു 1 കിട്ടും. ഓക്കെ, ഇതിൽ നിന്ന് എക്സും വൈയും സെഡും കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് എക്സ് എന്ന് പറഞ്ഞാൽ ലാംഡ കിട്ടും, വൈയും അതേപോലെ ലാംഡ കിട്ടും, സെഡ് കിട്ടുന്നത് 0 - 1 സെഡ് 1 ആണ്. അതേപോലെ മറ്റൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്താണ്? ഇവിടെ ഇതും കൂടെ ചേർന്നാണ്. ദിസ് ഇസ് എക്സ് ഈക്വൽ ടു -y, പിന്നെ അതുപോലെ സെഡ് ഈക്വൽ ടു -1. അപ്പോൾ അത് നമ്മൾ എഴുതുന്ന സമയത്ത് ഇങ്ങനെയാണ്: എക്സ് ബൈ 1 ഇസ് ഈക്വൽ ടു വൈ ബൈ -1 ഇസ് ഈക്വൽ ടു, ഓക്കെ, വൈ ബൈ -1 ഇസ് ഈക്വൽ ടു z പ്ലസ് 1/0 എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സേ മ്യൂ എന്ന് എഴുതും. ഓക്കെ, ഇതിൽ നമ്മൾ എക്സും വൈയും സെഡും കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് എക്സ് ഈക്വൽ ടു നമുക്ക് മ്യൂ എന്ന് കിട്ടി, വൈ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് മ്യൂ എന്ന് കിട്ടി, സെഡ് ഇസ് ഈക്വൽ ടു -1 എന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ആദ്യത്തെ ലൈൻ്റെ ഇക്വേഷൻ കണ്ടോ? ഞാനിവിടെ ഈ ആദ്യത്തെ ലൈൻ്റെ ഇക്വേഷൻ, അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് 1 1 0 എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണത് 1 1 0. രണ്ടാമത്തെ ലൈൻ്റെ ഇക്വേഷൻ കണ്ടോ? ഇത് ഇവിടെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത് 1 - 1 0, അത് ഇതിൻ്റെതാണ്. 1 - 1 0 എന്നുള്ളത് അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിലെ പോയിന്റ് ഈ പോയിന്റിനെയാണ് നമ്മൾ എങ്ങനെ എടുക്കുന്നത്? ദിസ് പോയിന്റ് ഈസ് ആക്ച്വലി ടേക്കൺ ആസ് ലാംഡ ലാംഡ 1. അപ്പോൾ ആ പോയിന്റാണ് ലാംഡ ലാംഡ 1. അതുപോലെ ഈ ഒരു പോയിന്റിന് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ? മ്യൂ മൈനസ് മ്യൂ, മ്യൂ മൈനസ് മ്യൂ, അതുപോലെ -1. ഓക്കെ, ആ പോയിന്റ് അങ്ങനെ എടുത്തു. അതാണ് എക്സും വൈയും സെഡും രണ്ട് സെപ്പറേറ്റ് ലൈനിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? നോക്കിക്കേ, ആംഗിൾ QPR എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഇത് 90 ആണ് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അതിനർത്ഥം എന്താണ്? PQ എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഡയറക്ഷനും PR-ൻ്റെ ഡയറക്ഷൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് 0 കിട്ടും. ആൻഡ് വൺ മോർ തിങ് ഇസ് ദർ, നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ വെക്ടർ കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഡയറക്ഷൻ വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കുക? എ മൈനസ് പോയിന്റ് വെച്ചിട്ട് പറയണം, എ മൈനസ് ലാംഡ. എന്താണ്? എ മൈനസ് ലാംഡ, പിന്നെ എ മൈനസ് ലാംഡ അഗെയിൻ, പിന്നെ എ -1 ആണ് വരിക. ഇതാണ് ഇതിൻ്റെ ഡയറക്ഷൻ വെക്ടർ. ഇതിൻ്റെ ഡയറക്ഷൻ വെക്ടർ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കുക? എ മൈനസ് മ്യൂ, പിന്നെ എ പ്ലസ് മ്യൂ, പിന്നെ A+1 ആണ്. ഓക്കെ, അതാണ് അതിൻ്റെ ഡയറക്ഷൻ, A+1 ആണ്. റൈറ്റ്. ഇനി നമുക്ക് പറയാവുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നോക്ക്, ഇത് തമ്മിൽ പെർപെൻഡിക്കുലർ അല്ലേ? നോക്കൂ, ഈ ലൈനും ഈ ലൈൻ തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻസിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ പറഞ്ഞതിൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എ എന്താണെന്ന് ലാംഡയുടെ ടൈമിൽ, അതുപോലെ മ്യൂ എന്താണ് എ എന്താണ് മ്യൂവിൻ്റെ ടൈമിൽ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എ മൈനസ് ലാംഡ ഇൻറ്റു 1, ഞാൻ 1 × എ മൈനസ് ലാംഡ എന്ന് എഴുതി, പ്ലസ് 1 × എ മൈനസ് ലാംഡ എന്ന് എഴുതി, പ്ലസ് 0 × എ -1, ഇത് 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് A + A 2A -2 ലാംഡ ഇസ് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് എ ഇസ് ഈക്വൽ ടു ലാംഡ എന്ന് കിട്ടി. അതവിടെ കിട്ടെ. അതുപോലെ തന്നെ നമുക്ക് 1 × എ മൈനസ് മ്യൂ, അതുപോലെ -1 × എ പ്ലസ് മ്യൂ. ഓക്കെ, അതുപോലെ നമുക്ക് 0 × A+1 എന്നുള്ളത് 0 ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.
ഇതിൽ നിന്ന് എ മൈനസ് മ്യൂ മൈനസ് എ മൈനസ് മ്യൂ ഇസ് ഈക്വൽ ടു 0. എ കട്ട് ചെയ്ത് പോയി. സോ ഫ്രം ഹിയർ മ്യൂ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, അവിടെ നമുക്ക് എന്ത് കിട്ടി? മ്യൂ 0 ആണെന്ന് കിട്ടി. റൈറ്റ്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം പി എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ നമുക്കറിയാം ലാംഡ 1 ആണ്. അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇതിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ്, അതായത് അതിൻ്റെ ഡയറക്ഷൻ നമുക്കറിയാം, ഇതാണ് ഡയറക്ഷൻ. ഇതിൻ്റെ ഡയറക്ഷൻ നമുക്കറിയാം, ഇതാണ് ഡയറക്ഷൻ. ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് നമ്മൾ 0 ആക്കുക. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ എ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 12a² കാണാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുകയാണ്. സോ ശ്രദ്ധിച്ചോളൂ, എ മൈനസ് ലാംഡ ഇൻറ്റു എ മൈനസ് മ്യൂ ആണ്, പ്ലസ് എ മൈനസ് ലാംഡ ഇൻറ്റു പിന്നെ വരുന്നതാണ് എ പ്ലസ് മ്യൂ ആണ്. ഓക്കെ, പിന്നെ വരുന്നത് പ്ലസ് എ മൈനസ് 1 ഇൻറ്റു എ പ്ലസ് 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ 0 ബിക്കോസ് ദേ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച്. ഇനി ഇത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നോക്കൂ, എ ഈക്വൽ ടു ലാംഡ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എ ഈക്വൽ ടു ലാംഡ എന്ന സമയത്ത് ഇവിടെ എന്തായിട്ട് മാറും? അത് 0 ആയി. ഇനി എ ഈക്വൽ ടു ലാംഡ സെക്കൻഡ് ടേം 0 ആയി. പിന്നെ എ സ്ക്വയർ മൈനസ് 1 ആണ് വരിക. എ സ്ക്വയർ മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. ഫ്രം ഹിയർ എ ഇസ് ഈക്വൽ ടു 1 ഓർ പ്ലസ് ഓർ മൈനസ് 1 ആണ് വരിക. അപ്പോൾ നമുക്ക് വേണ്ടത് 12a² ആണ്. അപ്പോൾ 12 ഇൻറ്റു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 12. സോ ദിസ് ആൻസർ ഈസ് ഗോയിങ് ടു ബി 12. അപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെ ചെയ്യേണ്ടത് മനസ്സിലായോ? അപ്പോൾ കൃത്യമായിട്ടൊരു റഫ് ഡയഗ്രം ഉണ്ടാകുന്നത് നല്ലതാണ്. ഡയറക്ഷൻ റേഷ്യോസിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവണം. അപ്പോൾ ഡയറക്ഷൻ റേഷ്യോസിൻ്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഒന്നും കൂടെ റഫായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ പി എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്, ഇവിടെ ക്യൂ ഉണ്ട്, ഇവിടെ ആർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇത് തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്, കാര്യം ഇത് ഫീറ്റോ പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, ഈ ലൈൻ്റെ ഇക്വേഷൻ നമ്മൾ കാർട്ടീഷ്യനിലേക്ക് മാറ്റി എഴുതി. അതിനുശേഷം എക്സും വൈ സെഡ് ലാംഡയുടെ ടേംസ് കണ്ടുപിടിച്ചു. ഇതിൻ്റെ ഇക്വേഷൻ നമ്മൾ കാർട്ടീഷ്യനിലേക്ക് മാറ്റി എഴുതി. അതിനുശേഷം മ്യൂന്ന് കൊടുത്തു. അതിന് എക്സും വൈ സെഡ് മ്യൂവിൻ്റെ ടേമിൽ കണ്ടുപിടിച്ചു. ആ ഫീറ്റോ പെർപെൻഡിക്കുലർ പർട്ടിക്കുലർ ലാംഡ പർട്ടിക്കുലർ മ്യൂവിന് നമുക്ക് ഫീറ്റോ പെർപെൻഡിക്കുലർ കിട്ടും. ആ ഒരു അസംഷൻ നമ്മൾ ആ കോർഡിനേറ്റ് എഴുതി വെച്ചു. അതിനുശേഷം നമുക്കറിയാം ഈ ഒരു ഇക്വേഷനിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്ഷൻ റേഷ്യോ പറയാൻ പറ്റും. 1 1 0 ആണ്, അത് എഴുതി. ഈ ഒരു ഇക്വേഷൻ നിന്നുകൊണ്ട് നമുക്ക് ഡയറക്ഷൻ റേഷ്യോ പറയാൻ പറ്റും. എന്താണ്? 1 മൈനസ് 1 0 ആണ്, അതും എഴുതി. ഓക്കെ, ഇത് നമുക്ക് എന്ത് പറയാൻ പറ്റും? പിയിൽ നിന്ന് ക്യൂയിലേക്കുള്ള ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? എങ്ങനെ കണ്ടുപിടിക്കുക? എ മൈനസ് ലാംഡ എ മൈനസ് ലാംഡ എ മൈനസ് 1, അതാണ് ഇവിടെ എഴുതിയത്. അതുപോലെ പിയിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത് എ മൈനസ് മ്യൂ എ മൈനസ് എ പ്ലസ് മ്യൂ അതുപോലെ എ പ്ലസ് 1 എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്കറിയാം ഇത് തമ്മിൽ പെർപെൻഡിക്കുലർ ടു ഈച്ച് ആണ്. ഇപ്പോൾ ഈ ഡയറക്ഷൻ്റെയും നോക്കൂ, ഈ ഡയറക്ഷൻ്റെയും അല്ലേ, ഈ ഡയറക്ഷൻ്റെയും പ്രോഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ആ പ്രോഡക്റ്റ് 0യിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? എ ഇസ് ഈക്വൽ ലാംഡ എന്ന് കിട്ടി. അതുപോലെ നമ്മൾ ഇതും കൂടെ അങ്ങ് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ. അതിവിടെ ഉപയോഗിക്കുന്നില്ല എങ്കിലും മ്യൂ ഇസ് ഈക്വൽ 0 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കറിയാം എ ഇസ് ഈക്വൽ ലാംഡ സ്ഥിതിക്ക് ഇനി മറ്റൊരു കാര്യം കൂടെ നമുക്കറിയാം, ഇതിൻ്റെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 0 ആണ്. ബിക്കോസ് ദേ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ആംഗിൾ QPR എന്ന് പറയുന്നത് എന്താണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റും 0 ആണ്. ആ പ്രോഡക്റ്റാണ് നമ്മൾ 0ക്ക് ഇക്വേറ്റ് ചെയ്തത്. ഇതിൽ എ ഇസ് ഈക്വൽ ലാംഡ എന്ന് കണ്ടുപിടിച്ചുകൊണ്ടാണ് നമ്മളിവിടെ എക്ക് ലാംഡ കൊടുത്തു. ലാംഡ കുറച്ച് 0. സോ 0 ഇൻറ്റു ദിസ് ക്വാണ്ടിറ്റി 0. അതുപോലെ 0 ഇൻറ്റു ദിസ് ക്വാണ്ടിറ്റി 0. പിന്നെ എ മൈനസ് 1 ഇൻറ്റു എ പ്ലസ് 1 എ സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ദാറ്റ് 0. എ ഇസ് ഈക്വൽ ടു 1. അപ്പോൾ 12a² ആൻസറിലേക്ക് എത്താൻ പറ്റി. ഓക്കെ, താങ്ക് യു.